ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. 9ാമത്തെ ചാപ്റ്റർ സോ ലോങ് എന്നുള്ള പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. 9ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സോ ലോങ്. ലോങ് എന്ന് വെച്ചാൽ എന്താണ്? നീളമുള്ളതിനെ നമ്മൾ ലോങ് എന്ന് പറയാ. ഇവിടെ നോക്കൂ, എന്താ നമുക്ക് ആദ്യം റീഡ് ചെയ്യാം. മീലു ആൻഡ് വാലൻ ആർ ഫ്രണ്ട്സ്. ദേ ഗോ ഔട്ട് ടു ഗെറ്റ് സം ഫുഡ്. അപ്പൊ മീലുവും വാലനും ഫ്രണ്ട്സ് ആണ്. രണ്ട് എലികളുടെ പേരാണ് കേട്ടോ. ദേ ഗോ ഔട്ട് ടു ഗെറ്റ് സം ഫുഡ്. അവരെന്ത് ചെയ്യാണ്? ഫുഡിന് വേണ്ടിയിട്ട് ഭക്ഷണം തേടി പുറത്തിറങ്ങി. ദേ സ്റ്റാർട്ട് ഫൈറ്റിംഗ്. അപ്പൊ അവർ എന്താ കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ, ക്യാരറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ എന്താ പറയണത്? ഈ റാറ്റ് എന്താ പറയണ? മൈ ക്യാരറ്റ് ഈസ് ലോങ്ങർ ദാൻ യുവേഴ്സ്. നോ, മൈൻ ഈസ് ലോങ്ങർ. അപ്പൊ നമ്മുടെ എന്താണ് ഈ റാറ്റ് എന്താ പറയണത്? എന്റെ ക്യാരറ്റ് ആണ് നിന്റെ ക്യാരറ്റിനെക്കാട്ടിലും വലുത് എന്ന് പറയണം. അപ്പൊ ഈ റാറ്റ് സമ്മതിച്ചില്ല, എന്റെയാണ് വലുതെന്നാണ് ഈ റാറ്റ് പറയുന്നത്. അങ്ങനെ രണ്ടാളും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? അടി തുടങ്ങി. ദേ സ്റ്റാർട്ട് ഫൈറ്റിംഗ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇപ്പൊ ആരാ വന്നിരിക്കുന്ന നോക്കൂ, ഒരു റാബിറ്റ് വന്നു അല്ലേ. അപ്പൊ ആ റാബിറ്റിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്ത്? ക്യാരറ്റ്. അപ്പൊ നമ്മുടെ റാബിറ്റ് വന്ന് ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഇവരെന്താ പറയണത്? ഇൻ മൈ ക്യാരറ്റ് ലോങ്ങർ. ഇത് എന്റെ ക്യാരറ്റ് അല്ലേ വലുതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ റാബിറ്റ് 2 ക്യാരറ്റും വാങ്ങിയിട്ട് പറയണം, ലെറ്റ് മീ സീ, ഞാൻ നോക്കട്ടെ എന്ന് 2 ക്യാരറ്റും വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത് എന്താ ചെയ്തത് നമ്മുടെ റാബിറ്റ്? ഓ, ദിസ് ഈസ് ലോങ്ങർ. എന്നിട്ട് എന്താ ഒരു ക്യാരറ്റ് കടിച്ചിട്ട് പറയണം, ഓ ഇതാണ് വലുത്. ഐ വിൽ മേക്ക് ദം സെയിം. എന്നിട്ട് എന്താ പറയണ? ഞാൻ ഇത് 2 ക്യാരറ്റിനും ഒരേ അളവാക്കി തരാം, ഒരേ സെയിം ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യാൻ തുടങ്ങി? കഴിക്കാൻ തുടങ്ങി. യം പറഞ്ഞിട്ട് കഴിച്ചു. അവസാനം നോക്കിക്കേ എന്താ സംഭവിച്ചത്? നമ്മുടെ റാബിറ്റ് 2 ക്യാരറ്റും കഴിച്ചു അല്ലെ, ഫുള്ളും കഴിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ സ്റ്റോറി. ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ അത്. നമ്മുടെ മീലു റാറ്റിന്റെയും വാലൻ റാറ്റിന്റെയും ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. അവസാനം അളവ് നോക്കാൻ വന്ന റാബിറ്റ് എന്ത് ചെയ്തു? ഫുള്ളായിട്ട് കഴിച്ചു. 2 ക്യാരറ്റും കഴിച്ചു. നമ്മുടെ റാബിറ്റ് 2 ക്യാരറ്റും അകത്താക്കി അല്ലെ. ഇവർക്ക് ക്യാരറ്റ് ഒന്നും കിട്ടിയില്ല. നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ലോങ്ങിനെ കുറിച്ചാണ്. ലോങ് എന്ന് വെച്ചാൽ നീളമുള്ളത് നമ്മൾ ലോങ് എന്ന് പറയും. ഓക്കെ, വിച്ച് ഈസ് അപ്പം ഹൈറ്റ് അല്ലെങ്കിൽ ലോങ് അല്ലാത്തതിന്റെ ലോങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് ഷോർട്ട് എന്ന് പറയുന്നത്. ഹൈറ്റ് ഇല്ലാത്തത് നമ്മൾ ഷോർട്ട് എന്ന് പറയും. ഓക്കെ, താര ആൻഡ് മനു ആർ പാക്കിംഗ് ദിയർ സ്കൂൾ ബാഗ്സ്. സർക്കിൾ ദ ഷോർട്ടർ തിങ്സ്. അപ്പൊ താരയും മനുവും അവരുടെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യാണ്. സ്കൂളിൽ ആവശ്യമുള്ള സാധനങ്ങൾക്ക് ബാഗിൽ ഇടുകയാണ്. അപ്പൊ ഇവിടെ കുറെ സാധനങ്ങൾ, സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഉണ്ട് അല്ലെ. അതിൽ ഏറ്റവും ഷോർട്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ 2 പെൻസിൽ ഉണ്ട്, 2 വാട്ടർ ബോട്ടിൽ ഉണ്ട്, 2 പെൻസിൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഓരോന്നിലും ഏറ്റവും ഷോർട്ടർ ആയിട്ടുള്ളത് ഏതാണ്, അതായത് നീളം കുറവുള്ളത് ഏതാണ്, അത് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യുക. ഇവിടെ 2 കളർ പെൻസിൽ ഉണ്ട് അല്ലെ. അതിൽ ഏതാണ് ഷോർട്ടർ? ലോങ് എന്ന് വെച്ചാൽ നീളമുള്ളത്, ഷോർട്ട് എന്ന് വെച്ചാൽ നീളമില്ലാത്തത്, നീളം കുറഞ്ഞത്. അപ്പൊ ഏതാണ് ഇതിൽ ഷോർട്ടർ? ഇത്. അപ്പൊ ഇത് എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്യുക. അത് ഈ വാട്ടർ ബോട്ടിൽ ഏതാ ഷോർട്ടർ? ഇത് അല്ലെ. അപ്പൊ സർക്കിൾ ചെയ്യുക. അടുത്തത് പെൻസിൽ ഷോർട്ടർ. അതുപോലെ അംബ്രല, കൊടയുടെ ഷോർട്ടർ സർക്കിൾ ചെയ്യുക. അതുപോലെ നമ്മുടെ ബോക്സിന്റെ ഷോർട്ടർ. ഷോർട്ടർ എന്ന് വെച്ചാൽ നീളം കുറവുള്ളതാണ് ഷോർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് എന്താ? വിച്ച് ടു യൂസ്. ഇത് ഏതാണ് ഉപയോഗിക്കുക? വി വോണ്ട് ടു ടേക്ക് സം ഷുഗർ ഫ്രം ദ ജാർ. ഈ ജാറിന്റെ ഉള്ളിലുള്ളത് ഷുഗർ ആണ്, പഞ്ചസാരയാണ്. വളരെ കുറച്ച് പഞ്ചസാര ഉള്ളൂ കേട്ടോ. അതാണ് അടിവശത്തിൽ ഇത്തിരി കാണിച്ചിരിക്കുന്നത്. വിച്ച് സ്പൂൺ വിൽ യു യൂസ്. അപ്പൊ നമുക്ക് കുഞ്ഞ് സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര എടുക്കാൻ പറ്റുമോ? കാരണം എന്താണ്? നല്ല നീളം വേണം അല്ലെ, കാരണം അടിയിലാണ് പഞ്ചസാര ഉള്ളത്. അപ്പൊ ഏത് സ്പൂണാണ് ഇതിൽ ഉപയോഗിക്കുക? അത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഏറ്റവും നീളമുള്ള സ്പൂൺ വേണം നമ്മൾ ഉപയോഗിക്കുക, ഏറ്റവും ലോങ് ആയിട്ടുള്ള സ്പൂൺ. ഇതിൽ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് സ്പൂൺ ഏതാണ്? ഇതാണ് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. കാരണം എന്താ? വൈ എന്താന്ന് ചോദിക്കുക. എന്താ കാരണം? കാരണം പഞ്ചസാര ഉള്ളത് എവിടെയാണ്? ബോട്ടിലിൽ ഏറ്റവും അടിയിലാണ്. അപ്പൊ അതിന് അത്രയും ലോങ് ആയിട്ടുള്ള സ്പൂൺ വേണം. ഇതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സ്പൂണിനെ അത് എടുക്കാൻ പറ്റൂ അല്ലെ, പഞ്ചസാര. അതുകൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തത്. ദ ലോങ്ങസ്റ്റ്. ഫൈൻഡ് ഔട്ട് ഹു ഹാസ് ദ ലോങ്ങസ്റ്റ് പെൻസിൽ ഇൻ യുവർ ക്ലാസ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നിങ്ങളുടെ എല്ലാ കുട്ടികളുടെ പെൻസിലും വെച്ച് നോക്കിയിട്ട് ആരുടെ പെൻസിലാണ് ഏറ്റവും നീളം കൂടിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. അടുത്തത്, അപ്പൊ നമ്മുടെ റീസൺ എന്താണ്? ഫസ്റ്റ് സ്പൂൺ ഈസ് ലോങ്ങസ്റ്റ് ദാൻ ദ അതർ 2 സ്പൂൺസ്. മറ്റു 2 സ്പൂണിനെക്കാട്ടിലും ഒന്നാമത്തെ സ്പൂണാണ് നീളം കൂടുതൽ. നെക്സ്റ്റ് പേജ്. ലെറ്റ്സ് അറേഞ്ച്. Find out the shortest and the longest in each set. Write against the shortest, 2 against the next in length and against the longest. അപ്പൊ എന്ത് ചെയ്യാ?
ഏറ്റവും നമ്മളിവിടെ ഓരോ ഗ്രൂപ്പായിട്ട് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും ചെറുതുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു 1 എന്ന് കൊടുത്തു. പിന്നെ ഏറ്റവും അടുത്തത് നമ്മൾ അടുത്ത ഏറ്റവും ചെറുത് ഏതായാലും നമ്മൾ 2 കൊടുക്കുക. ഏറ്റവും വലുതായിട്ടുള്ളത് എന്താണ്, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളത് 3 എന്ന് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. കണ്ടില്ല, ഏറ്റവും ചെറിയ ഇതിന് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് 1 കൊടുത്തു അല്ലെ, ചെറിയ സ്പൂണിന് 1 കൊടുത്തു. അടുത്ത ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്, ഇത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക 2 കൊടുക്കുക. അടുത്തതിൽ ഏറ്റവും നീളം കൂടി ലോങ്സ്റ്റിന് 3 കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ കീസ് ആണ് അല്ലെ, ചാവി കൊടുത്തിട്ടുണ്ട്. 1 2 3 ഏതാണ് നടുക്കുള്ളത് 3 അല്ലേ, അതാണ് ഏറ്റവും ലോങ്സ്റ്റ് ഏറ്റവും നീളം കൂടിയതാണ് ലോങ്സ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ 3 കൊടുത്തു. ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ് നടുക്കുള്ളത് അല്ലെ, രണ്ടാമത്തെ. അപ്പൊ അതിൽ 1 എന്ന് കൊടുത്തു. അടുത്തത് 2 3. അടുത്തത് നെക്സ്റ്റ് ഇതാണ് 1 അല്ലെ, 1 2 3. അടുത്തത് ഇതേപോലെ നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക 1 2 3. അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റിന് 1 കൊടുക്കുക, ഏറ്റവും ലോങ്സ്റ്റിന് 3 കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹൂസ് റോപ്പ് ഈസ് ഷോർട്ടർ, വിച്ച് വൺ ഹാസ് ഷോർട്ടർ റോപ്പ്, പുട്ട് എ ടിക്ക് മാർക്ക്. അപ്പൊ ഇത് രണ്ട് കൗസിന് നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ കെട്ടിയിരിക്കുന്ന കയറിനെയാണ് റോപ്പ് എന്ന് പറയുക. അതിൽ ഏറ്റവും ഷോർട്ടർ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് അല്ലെ ഷോർട്ടർ ആയിട്ടുള്ള റോപ്പ്. അപ്പൊ അതെന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പൊ വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് ഫിംഗർ ഇൻ യുവർ ഹാൻഡ്. അപ്പൊ നമ്മുടെ കയ്യിലെ ഫിംഗറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ ഏറ്റവും ലോങ്സ്റ്റ് ഫിംഗർ ഏതാണ്, ഇതാ അല്ലെ, നമ്മുടെ ഈ വിരലല്ലേ ഏറ്റവും ലോങ്സ്റ്റ് ഫിംഗർ, നീളം കൂടിയ ഫിംഗർ. ആൻഡ് ഹൂ എമംഗ് യുവർ ഫ്രണ്ട്സ് ജംപ് ദ ലോങ്സ്റ്റ്. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റില് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരാണ് ചാടുക എന്നാണ് ചോദിക്കുന്നത്, ജമ്പ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഇസ് ലോങ്ങർ, ദ ബ്ലാക്ക് ബോർഡ് ഓർ ദ ടേബിൾ ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ്സിൽ ടേബിൾ ആണോ ബ്ലാക്ക് ബോർഡ് ആണോ ടേബിൾ ആണോ നീളം കൂടുതൽ, ലോങ്ങർ എന്ന് വെച്ചാൽ എന്താണ് നീളം കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് ബ്ലാക്ക് ബോർഡിന്റെ അത്രയും നീളം ആയിരിക്കില്ല അല്ലെ നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോർഡിനായിരിക്കും നീളം കൂടുതൽ ഉണ്ടാവുക, ലോങ്ങർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് എ ടോയ് കാർട്ട്. യു വിൽ നീഡ് 5 മച്ചിങ്ങാസ്, 8 ഈർക്കിൽ ബിറ്റ്സ് ഓഫ് സെയിം ലെങ്ത് ആൻഡ് എ പീസ് ഓഫ് ത്രെഡ്. അപ്പൊ നമ്മുടെ ഒരു ടോയ് കാർട്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. മച്ചിങ്ങ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ തെങ്ങിന്ന് കിട്ടുന്നതല്ലേ മച്ചിങ്ങ എന്ന് പറയുന്നത്. ഈ ഈർക്കിൾസ് മച്ചിങ്ങ എടുക്കുക, 5 മച്ചിങ്ങയും 8 ഈർക്കിൽ പീസുകളും എടുത്തു. ഒരേ വലിപ്പമുള്ളതായിരിക്കണം, ഒരേ ലെങ്ത് ഉള്ളതായിരിക്കണം, ഒരു നൂലും എടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ടോയ് കാർട്ട് ഉണ്ടാക്കുന്നത്. സ്റ്റിക്ക് ദ ഈർക്കിൾ ബിറ്റ്സ് ഇൻ ദ മച്ചിങ്ങാസ് ടു മേക്ക് ദ ടോയ് കാർട്ട് ലൈക്ക് ദിസ്. എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കാനാണ് പറയണത്. മച്ചിങ്ങയും ഈർക്കിലും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ടോയ് കാർട്ട് ഉണ്ടാക്കി നോക്കാനാണ് പറയണത്. അപ്പൊ ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 9ാമത്തെ പാഠം സോ ലോങ് എന്നുള്ള ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്